ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം നടക്കാൻ പോകുന്ന T20 മത്സരങ്ങൾ ഒക്ടോബർ 6-ാം തീയതി മുതലാണ് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത്. നിലവിൽ T20 ഫോർമാറ്റ് കളിക്കുന്നത് ഇന്ത്യൻ യുവതാരങ്ങളാണ്. കഴിഞ്ഞ ശ്രീലങ്കൻ പര്യടനത്തിൽ ഗംഭീര വിജയമാണ് ഇന്ത്യ നേടിയത്. അതേ വിജയം തുടരാനാണ് ഇത്തവണയും സൂര്യകുമാറും സംഘവും ശ്രമിക്കുക. ശ്രീലങ്കൻ സീരീസിൽ അവസാന 2 T20 മത്സരങ്ങൾ 0-ന് പുറത്തായെങ്കിലും ദുലീപ് ട്രോഫി സഞ്ജുവിന് തുണയായി. 2 മത്സരങ്ങളിൽ നിന്നായി 196 റൺസാണ് താരം നേടിയത്. ഇത്തവണ ബംഗ്ലാദേശ് പര്യടനത്തിൽ ആദ്യ വിക്കറ്റ് കീപ്പിംഗ് ചോയ്സായി BCCI തിരഞ്ഞെടുത്തത് സഞ്ജു സാംസണിനെയാണ്. ഭാവി ഇന്ത്യൻ മത്സരങ്ങളിൽ സഞ്ജുവിന് അവസരം ലഭിക്കണമെങ്കിൽ ഈ പരമ്പര താരത്തിന് നിർണായകമാണ്. ഇത്തവണ ഗംഭീർ സഞ്ജുവിനെ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് ഇറക്കാനുള്ള പദ്ധതിയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ഇന്ത്യൻ ക്യാമ്പിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. IPL-ൽ സഞ്ജു ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് 23 തവണയാണ് ഇറങ്ങിയിരിക്കുന്നത്. അതിൽ നിന്ന് മാത്രമായി 559 റൺസും അദ്ദേഹം നേടിയിട്ടുണ്ട്. പക്ഷേ സഞ്ജു ഏറ്റവും കൂടുതൽ ഗംഭീര പ്രകടനം നടത്തിയിട്ടുള്ളത് ഓപ്പണിംഗ് ബാറ്റിംഗിലല്ല, മറിച്ച് 3-ാം നമ്പറിൽ കളിക്കുമ്പോഴാണ്. BCCI പ്രഖ്യാപിച്ച T20 സ്ക്വാഡിൽ അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് സ്ഥാനത്തുണ്ടാകുമെന്നത് ഉറപ്പാണ്. സഞ്ജു സാംസണിനെ തന്നെയായിരിക്കും മറ്റൊരു ഓപ്പണറായി ഇറക്കുക. ബംഗ്ലാദേശ് പര്യടനം കഴിഞ്ഞതുകൊണ്ട് ഇത്തവണ സീനിയർ താരങ്ങൾക്ക് T20 പരമ്പരയിൽ നിന്നും വിശ്രമം അനുവദിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഒക്ടോബർ 16-ാം തീയതി മുതൽ ആരംഭിക്കുന്ന ന്യൂസിലൻഡ് പര്യടനത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കടക്കും.